ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മാത്സ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് നമ്പേഴ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് നെഗറ്റീവ് നമ്പേഴ്സ്? ന്യൂനസംഖ്യകൾ അഥവാ നമ്മുടെ നമ്പർ ലൈനില് 0 മുതൽ മുകളിലേക്കുള്ള നമ്പേഴ്സ് ആണ് 1, 2, 3, 4. ഇതൊക്കെ പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അഥവാ 1 എന്ന് പറഞ്ഞാൽ +1 ആണ്, 2 എന്ന് പറഞ്ഞാൽ +2 ആണ്. അത് പ്രത്യേകം എണ്ണമെന്നില്ല. സോ അത് പോസിറ്റീവ് നമ്പർ ആണ്. ഇനി താഴേക്കുള്ള നമ്പേഴ്സ് അല്ലേ, 0 താഴേക്കുള്ള നമ്പേഴ്സ് -1, -2, -3, -4. സോ ഇങ്ങനെ മൈനസ് ഉള്ള നമ്പേഴ്സ് ആണ് നെഗറ്റീവ് നമ്പേഴ്സ്. ഇതിന്റെ കൂട്ടല്, കുറയ്ക്കല്, ഗുണനം, ഇത് എല്ലാ ക്ലാസ്സുകളിലും നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ അത്രത്തോളം ഉപകാരപ്പെടുന്ന സാധനമാണ്. സോ അതിനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോണത്. സോ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. ആദ്യം തന്നെ നെഗറ്റീവ് നമ്പേഴ്സിന്റെ കാര്യത്തില് കുറച്ചധികം കണക്കുകൾ ഞാൻ തരാം. ആദ്യമായിട്ട് കൂട്ടലും കുറയ്ക്കലും ചെയ്യുന്ന സമയത്ത് കുറേയധികം കൺഫ്യൂഷൻസ് കുട്ടികൾക്ക് വരും നെഗറ്റീവ് നമ്പേഴ്സിന്റെ കാര്യത്തിൽ. സോ അതിനു മുമ്പായിട്ട് ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. മൈനസും അടുപ്പിച്ച് വന്നാൽ അത് പ്ലസ് ആണ്. ആൻഡ് പ്ലസും അടുപ്പിച്ച് വന്നാലും അത് പ്ലസ് ആണ്. ആൻഡ് ഈ രണ്ട് കാര്യം എന്തായാലും ശ്രദ്ധിക്കണേ, ഇത് രണ്ടും. ആൻഡ് പ്ലസും മൈനസും വന്നാൽ അത് മൈനസ് ആണ്. ആൻഡ് മൈനസും പ്ലസും വന്നാലും അത് മൈനസ് ആണ്. ഈ കാര്യം കൂടി മക്കള് ശ്രദ്ധിക്കണം. ഇതിനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഐഡിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. രണ്ടാളും നല്ല ആൾക്കാരാണ്. ഈ ഉള്ള രണ്ട് ഫ്രണ്ട്സിൽ രണ്ടാളും നല്ല ആൾക്കാരാണ്. രണ്ടാളും പോസിറ്റീവ് ഗുണങ്ങളുള്ള ആൾക്കാരാണ്. അപ്പോ രണ്ടുപേരും നല്ല നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്, നല്ല കുട്ടികളാണ്. സോ അവര് നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. ഇപ്പൊ സ്കൂളിൽ നല്ല പഠിക്കണ കുട്ടികളാണ്, നല്ല രീതിയിൽ മാർക്ക് വാങ്ങുന്ന കുട്ടികളാണ്, നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്യുന്ന കുട്ടികളാണ്. അവിടെ അവരുടെ ഇടയിൽ വലിയ കച്ചറകളൊന്നും ഉണ്ടാവില്ല. കാരണം രണ്ടാളും ഹോംവർക്ക് ചെയ്തേക്കും, രണ്ടാൾക്കും മാർക്ക് ഉണ്ടായിരിക്കും. ചെറിയ കുയിന്നുണ്ടാവും. ഓൾക്ക് 79, 78 കുയിന്നുണ്ടാവും. ഓൾക്ക് ഫുൾ മാർക്ക്, ടീച്ചർ മാർക്ക് കുറവാണ്. അങ്ങനെയുള്ള ചെറിയ കുയിന്തുകൾ വെച്ചാൽ they have no problems, only positive. സോ ഒരേപോലെയുള്ള രണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള രണ്ടാൾക്കാരൊപ്പം വന്നാൽ പ്ലസ് ആണെന്നുള്ളത് മനസ്സിലാക്കി. ആൻഡ് ഓൾസോ ഇനി ഞാൻ പറയുന്നതാണ്, ഇപ്പൊ രണ്ട് ഉടായ്പളൊപ്പം വന്നുള്ള അവസ്ഥ ആലോചിച്ച് നിങ്ങള്. ഇപ്പോ ഇവനും ഉടായ്പ് ഒരു രണ്ടാളും തമ്മിൽ ഭയങ്കര കെമിസ്ട്രിക്കാരാണ്. രണ്ടാളും ഉടായ്പാണെങ്കിൽ ഭയങ്കര കെമിസ്ട്രിക്കാരാണ്. ദാറ്റ് മീൻസ് ഇപ്പോ നമ്മളെ ഫ്രണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ഒരു നോണ പറയുന്ന സമയത്ത് നമ്മൾ ഒക്കും. ഇപ്പൊ പെരിയിൽ കുളത്തേക്ക് പോകാൻ നേരത്തെ ഞാനും ജയൽവാസിയുണ്ട്, ബിഷർ ഞാന്. അപ്പൊ ഞാനെന്താ പറയാ, ഇമ്മ ബിഷറിന്റെ അമ്മ സീന്താത്തേക്ക് വിട്ടിക്കണവനെ, ഓനെ കൊളത്തുകൊക്കെ പോകാൻ അയക്കും, ഓനക്ക് നീന്തലൊക്കെ അറിയാം, ഓനെ എന്തായാലും വിട്ടിക്കണായിരുന്നു. അപ്പൊ ഓനെ വിട്ട് പറഞ്ഞാൽ ഇഞ്ഞ വിടും. അപ്പൊ ഓനവിടെ പോയി എന്താ പറയാ, ഇമ്മ മോനെ വിട്ടിക്കണേ അല്ലെങ്കിൽ ഷാദിലിനെ വിട്ടിക്കണേ, അപ്പൊ ഇച്ചും പോണം. അപ്പൊ ഇവിടെ ഞങ്ങൾ കണ്ടാളും തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട്. കണ്ടാളും ഉടായിപ്പാണ്. പെരക്കാരോട് ഇവിടെ വിട്ടിക്കണ അവിടെയും അവിടെ വിട്ടിക്കണ ഇവിടെയാണ് നമ്മൾ പോണത്. അപ്പൊ അതേപോലെ തന്നെ രണ്ടാളും മൈനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെയും പ്രശ്നങ്ങളൊന്നുമില്ല, ഭയങ്കര വൈകാരാണല്ലേ. രണ്ട് പോയിന്താളൊക്കെ എപ്പോഴും ഒപ്പേകാരോ. അപ്പോ ഒരേപോലെയുള്ള രണ്ടാളുകൾ മൈനസ് ആയിട്ട് വന്നാൽ അതും പോസിറ്റീവ് വൈബാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരേ വൈബുള്ള ഒരു വൈബിലുള്ള ആൾക്കാരൊപ്പം വന്നാൽ നോ പ്രോബ്ലം, ഒള്ളി പോസിറ്റീവ് വൈബ്. അപ്പോ രണ്ട് മൈനസ് ആണെങ്കിലും രണ്ട് പ്ലസ് ആണെങ്കിലും അത് പ്ലസ് ആണ് കേട്ടാ. ഇനി ഇങ്ങനെ ആലോചിച്ച് നോക്കി, നല്ലൊരു പഠിപ്പിച്ചക്കനും നല്ലൊരു മൊയ്ന്ത് ചെക്കനും ഒപ്പം വരികയാണ്. മൊയ്ന്ത് ചെക്കൻ എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ടല്ല, അപ്പൊ ഉടായ്പ കെട്ടണേ. ഒരാൾ ഇന്ന് ക്ലാസ് കയറും, രാവിലെ നേരത്തെ ക്ലാസ് കയറുന്ന ആളാണ്, എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. മറ്റേ ആള് അതിന് വേണ്ടിയിട്ട് ക്ലാസ് കട്ട് ചെയ്യുന്ന ആളാണ്. സോ എന്തായാലും ഇവരൊപ്പം വരുന്ന സമയത്ത് ഇവരുടെ ഇടയിൽ കുറേയധികം ക്ലാഷസ് വരും. ഇപ്പൊ ക്ലാസ്സിൽ മറ്റവൻ കയറാത്തത് ഇവൻ ചിലപ്പോൾ കൊളത്തി കൊടുക്കാം. ഇനിയിപ്പോ ഒരു ഹോംവർക്ക് ഇവൻ ഉടായ്പ എന്തായാലും ചെയ്യലോ മറ്റോ ചെയ്യും. അപ്പൊ ടീച്ചറിനോട് ഹോംവർക്കിന്റെ കാര്യം ഓർമ്മിപ്പിക്കാം. അവിടെ കാകപ്പോടെ കച്ചറകളാണ്. വെവ്വേറെ വൈബിളുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവിടെ മൈനസ് ആണെന്നുള്ള മനസ്സിലാക്കി. ഇത് ആദ്യം മനസ്സിലുണ്ടാണോ? ഇനി കണ്ടോ ഇതോ ഈ ചിഹ്നങ്ങൾ അടുപ്പിച്ച് വരുമ്പോഴാണ് പിന്നെ മൾട്ടിപ്ലിക്കേഷന്റെ സമയത്താണ് ഞാൻ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ 3 - -4 ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ രണ്ട് ചിഹ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ രണ്ട് മൈനസ് വന്നില്ലേ, അപ്പൊ അത് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. 3 + 4 എത്ര? 7. ഒരു കാര്യം മനസ്സിലാക്കണം, മൾട്ടിപ്ലൈ ചെയ്യുന്ന നേരത്തെ അല്ലാത്ത സമയത്ത് മൈനസുകൾ രണ്ടും ഒപ്പം വന്നാലേ ഈ ഒരു കൺവേർഷൻ നടക്കുള്ളൂ കേട്ടോ. നോട്ട് ദ പോയിന്റ്. ബിക്കോസ് ഇങ്ങനെ സന്ദർഭം ഉണ്ടാവും, ഇവിടെ ഈ മൈനസുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഇങ്ങനത്തെ കേസിൽ വേറെയാണ് കാര്യം പറഞ്ഞത്. അപ്പൊ കുറെ കൺഫ്യൂഷൻസിന് ഇടണ്ട്. ഞാൻ പറഞ്ഞ ഐഡിയാസ് ഞാൻ പഠിച്ചു വെച്ചോളൂ. ഇനി ഞാൻ പറയാണ്,
ഇപ്പോ -4 + -6 ഇങ്ങനെ പറയുന്ന സമയത്ത് മനസ്സിലുണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ വേണ്ടതാ ഇതിപ്പോ നിങ്ങളാണ്. ഓക്കെ, 4 + അപ്പൊ ഇവിടെ മനസ്സിലാക്കുക, പ്ലസും മൈനസും അടുപ്പിച്ച് വന്നാൽ എന്താ, വെവ്വേറെ ആൾക്കാർ വന്നാൽ കച്ചറയാണെങ്കിൽ നെഗറ്റീവ്. സോ അതെന്തായിട്ട് മാറും, 4 - 1 = 3 ആയിട്ട് മാറും. മറക്കരുത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇനി കൂട്ടലും കുറക്കലിലേക്കും പോവാണ്. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം, അത് ശ്രദ്ധിച്ച് കേട്ടോ. 5 + 3 എന്താ? 5 + 3 8 അല്ലേ? നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഞാൻ ചെറിയൊരു നൈറ്റ് നമ്പേഴ്സ് കൂട്ടുമ്പോഴും കുറക്കുമ്പോഴും ചെറിയൊരു ടെക്നിക്ക് പറയണേ, ഓർത്തേച്ച്. നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, ചെയ്യരുത്. ഞാൻ കൺസെപ്റ്റിന് വേണ്ടി പറഞ്ഞു തന്നതാണ്. ആദ്യം പറയാം, നിങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യരുത്. എത്ര ഉള്ളൂ, നിങ്ങൾ പോണ വൈക്കാൻ നിങ്ങൾക്ക് 5 രൂപ കളഞ്ഞിട്ട് അത് എടുക്കാൻ പാടില്ലാത്തതാണ്. ഞാൻ കൺസെപ്റ്റിന് വേണ്ടിയിട്ട് പറയണതാണ്. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്കല്ല, ഇപ്പൊ ഞാൻ തരുമോക്കോളെ. അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു പോണതിന്റെ ഇടയിൽ ഇച്ചിരി 5 രൂപ കളഞ്ഞിട്ട്, അപ്പൊ വെറും 5 +5 അപ്പൊ 5 രൂപ കിട്ടി. ഇപ്പൊ ഞാൻ 5 രൂപ എടുത്തു. ഇപ്പൊ കമ്പനി ലാഭത്തിലാണ്, 5 രൂപ ലാഭത്തിലാണ്. ഞാൻ കുറച്ചേരം കൂടി കഴിഞ്ഞപ്പോ ഒരു 3 രൂപയും പാടെ എടുത്തു. കൺസെപ്റ്റ് മനസ്സിലാൻ പറയാനുണ്ട്, ആദ്യമേ പറയാം, ചെറിയ കുട്ടികളാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പൊ ആദ്യം 5 രൂപ കിട്ടി, പിന്നെ വൈക്കുന്ന ഒരു 3 രൂപയും പാടെ കിട്ടി. ഇപ്പൊ ഇന്നിച്ച് ടോട്ടൽ എത്ര രൂപ കിട്ടി? 8 രൂപ കിട്ടിയില്ലേ? അത് ലാഭല്ലേ? അത് +8 അല്ലേ? പ്ലസ് എന്നുള്ളത് പ്രത്യേകം ആവശ്യമുണ്ടോ? ഇല്ല. സോ ഇനി ഇങ്ങോട്ട് വൈകോ, ഇങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ആദ്യം പറയാം, 2 മൈനസ് വരുന്ന സമയത്ത് അടുപ്പിച്ച് വന്നാലാണ് പ്ലസ് ആവുക. ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധമല്ല. അല്ലെങ്കിൽ ഗുണിക്കണ സമയത്തും ഈ 2 മൈനസുകൾ ഒപ്പം വരും. അതൊക്കെ അവിടെ കട്ടെ, അത് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കി, നിങ്ങളെ കയ്യിലുള്ള ഒരു 5 രൂപ ചാടിപ്പോയി. നിങ്ങളെ കയ്യിലുള്ള ഒരു 5 രൂപ, സാധനം വാങ്ങാൻ തന്ന ഒരു 5 രൂപ ചാടിപ്പോയി. അപ്പൊ ഭയങ്കര സങ്കടത്തില ഞങ്ങള്, കരച്ചില്ല, നിങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കയ്യിലുള്ള 5 രൂപ ചാടിപ്പോയിക്കാണ്. വാട്ട് വിൽ ഐ ഡു, വാട്ട് ക്യാൻ ഐ ഡു? എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കര സങ്കടം, നഷ്ടാണ്. 5 രൂപ നഷ്ടത്തിൽ നിൽക്കണ നിങ്ങള് ഇത് തപ്പാൻ തീരുമാനിച്ചു. ഇത് തപ്പിക്കൊണ്ട് കിടീന്റെ ഇടയിൽ നിങ്ങൾ തപ്പാൻ കൊമ്പിട്ടപ്പോ ഒരു 3 രൂപയും പാടെ കേസിന്നാണ്ട് ചാടി. നിങ്ങളെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി. ഇടിവെട്ടിയോനെ പാമ്പടിച്ച അവസ്ഥയല്ലേ? ആദ്യം 5 രൂപ നഷ്ടാണ്, അത് കഴിഞ്ഞിട്ട് ഒരു 3 രൂപയും പാടെ പോയി. ഇപ്പൊ ടോട്ടൽ എത്ര രൂപ നിങ്ങളെ കയ്യിൽ നിന്ന് പോയി? ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഡബിൾ നഷ്ടാണ്. 5 രൂപ പോയി, പിന്നെ ഒരു 3 രൂപയും പാടെ പോയി. ടോട്ടൽ എത്ര രൂപ പോയി? 5 3 8 രൂപ പോയി. പോയതുകൊണ്ട് മൈനസ്. മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തൊന്നല്ല, പോയതാണ്. അപ്പൊ അത് ഓക്കെ ആണല്ലോ. ഇനി ഇങ്ങനെയാണെങ്കിലോ, -5 + 3 ഇങ്ങനെയാണെങ്കിലോ, ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ കയ്യിലുള്ള ഒരു 5 രൂപ ചാടിപ്പോയി. ചീത്ത അറിയുന്ന ഉറപ്പാണ്. 5 രൂപ അങ്ങനെ ചാടിന് പോയി, ചില്ലറയിട്ടാ ചാടിപ്പോയി. 5 രൂപയുടെ കൊട്ടങ്ങൾ 5 രൂപ ചാടിപ്പോയി. തപ്പിയപ്പോ അതിലൊരു 3 രൂപ കിട്ടി, പ്ലസ് ആയതുകൊണ്ട് കിട്ടി. അപ്പൊ 3 രൂപ നമ്മൾ തപ്പിയപ്പോ കിട്ടി. ഇനി എത്ര രൂപ കിട്ടാനുണ്ട്? ഈ 2 രൂപ കിട്ടാനല്ലേ? ഇത് കിട്ടി, 5 രൂപ ചാടിപ്പോയി, അതിൽ 3 രൂപ കിട്ടി. ഇനി എത്ര രൂപ കിട്ടാനുണ്ട്? 2 രൂപ. അത് നഷ്ടമാണ് അല്ലെ? സോ -2. ഇത്ര ഉള്ള പരിപാടി, ഭയങ്കര സിമ്പിളാ. ഇനി ഇതിന് തന്നെ ഞാൻ വേറെ ടെക്നിക്ക് പറഞ്ഞുതരാം. -5 + 3 കണ്ടോ. ഇവിടെ ഈ ഇങ്ങനെ കൂട്ടുന്ന സമയത്ത് 5ന്റെ ചിഹ്നം മൈനസും 3ന്റെ ചിഹ്നം പ്ലസും അല്ലേ? വെവ്വേറെ ചിഹ്നല്ലേ? ഒരാള് മൈനസും ഒരാള് പ്ലസും. ഇങ്ങനെ പഠിച്ചു. മാങ്ങപറി, ചെളിക്കുത്ത്, മാങ്ങപറി. എങ്ങനെ? മാങ്ങപറി, ചെളിക്കുത്ത്, മാങ്ങപറി. എന്താന്ന് മനസ്സിലായിട്ടില്ല അല്ലെ? വലുതിൽ നിന്ന് മാങ്ങപറി പറയുമ്പോ മേലില്ല. അപ്പൊ വലുതിൽ നിന്ന് ചെളിക്കുത്ത് താഴെ, ചെറുത് വലുതിൽ നിന്ന്. ഇവിടെ വലുതേതാ? 5 മാങ്ങപറി കഴിഞ്ഞു. ചെറുത് കുറക്കുക, ചെളിക്കുത്ത് ചെറുത് കുറക്കുക. 5ൽ നിന്ന് 3 കുറക്കുക. അപ്പൊ എത്ര കിട്ടും? 2 കിട്ടും. കഴിഞ്ഞിട്ടില്ല, ഇതിന്റെ ചിഹ്നം കൂടി നിർണ്ണയിക്കണം. മാങ്ങപറി, ചെളിക്കുത്ത്, മാങ്ങപറി. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. വീണ്ടും വലുത്, ചെറുത്, വലുത്. വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. ചെറുതിന്റെ ചിഹ്നം അല്ല, വലുതിന്റെ ചിഹ്നം. ഇവിടെ ഉള്ളിൽ വലുതാരാ? 5 അല്ലേ? 5ന്റെ ചിഹ്നം ഏതാ? മൈനസ്. അപ്പൊ -2. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ആണോ? ഓക്കെ. എന്നാ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കി. -3 + 5. അധികം ആലോചിച്ചണ്ട, അത് ആലോചിച്ച് നോക്കി. നിങ്ങളിങ്ങനെ ലോട്ടറിയിൽ ഇത് ആലോചിച്ച് നോക്കി. നിങ്ങൾ പോണ സമയത്ത് നിങ്ങളൊരു 3 രൂപ ചാടിപ്പോയി. 3 രൂപ ചാടിപ്പോയി, 3 രൂപ നഷ്ടാണ്. സങ്കടപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാ നിങ്ങളെ 3 രൂപ കിട്ടിയില്ല, പക്ഷെ അവിടെ ചാടിക്കിടക്കുന്ന ഒരു 5 രൂപ കിട്ടി.
കമ്പനി നഷ്ടപ്പെട്ടു പോയ 3 റുപ്യക്ക് വേണ്ടി തെരഞ്ഞപ്പോ നിങ്ങൾക്ക് കിട്ടിയത് 5 റുപ്യാണ്. പോയിനെക്കാട്ടിലും വലുതാ കിട്ടിയത്. ലാഭല്ലേ? എത്ര റുപ്യ ലാഭേകാരോ? 3 റുപ്യ പോയി 5 റുപ്യ കിട്ടി. എക്സ്ട്രാ 2 റുപ്യ എക്സ്ട്രാ അല്ലേ? അത് ലാഭല്ലേ? സോ ദ ആൻസർ ഈസ് 2. ദിസ് ഈസ് ദ കൺസെപ്റ്റ്. ഇങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ എന്താ പറയുക, നെഗറ്റീവ് നമ്പറിൽ നിങ്ങൾ ഇത്രയും കാലം പേടിച്ചു ഒരു പേടിയും പേടിച്ചേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. സോ പറഞ്ഞു തന്നേ ഉള്ളൂ, നിങ്ങൾ ഡീൽ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് നമ്പേഴ്സ് കൂടുതലായിട്ട് വരും നിങ്ങളെ സിലബസിൽ. അപ്പൊ ആ സമയത്ത് മനസ്സിലുണ്ടാവുക. ബേസ് അറിയണമുണ്ടല്ലോ, കിഡിലനാണ് മൈനസ് നെഗറ്റീവ് നമ്പേഴ്സിന്റെ ബേസ് അറിയാന്നുണ്ടെങ്കിൽ. ഇപ്പൊ അതേപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ തരാം, ആയിക്കോട്ടെ. -3 -5 ഇതെങ്ങനെ ചെയ്യാം? ഇവിടെ ഞാൻ കണ്ടില്ലേ, ഇവിടെ നേരത്തെ ഒന്നും ഇല്ലാത്ത പോലെ 2 മൈനസ് അടുപ്പിച്ച് വന്നില്ലേ? അപ്പൊ എന്താ ചെയ്യാ? -3 2 മൈനസ് അടുപ്പിച്ച് വന്നാൽ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. +5. -3 +5 ഞാൻ പറഞ്ഞു. ഒരാളെ ചിഹ്നം മൈനസ് ഒരാളെ ചിഹ്നം പ്ലസ് ആണെങ്കിൽ ഒന്നുകിൽ മാങ്ങാപറി ചെടിക്കുത്ത് മാങ്ങാപറി, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. അപ്പൊ വലുത് 5 ചെറുത് 3, 5 3 കുറച്ച 2, വലുതിന്റെ ചിഹ്നം +2 പറഞ്ഞാൽ 2 തന്നെയാണ് തന്നു. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ചിഹ്നങ്ങൾ എന്താന്നുള്ളതൊക്കെ കൺവേർഷൻ ഞാൻ പറഞ്ഞു നടക്കണം. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓരോന്നും ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി 6 2 വർഷം എത്ര? 4 അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 6 വർഷം എത്ര? വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ചെറുതിൽ നിന്ന് വലുത് കുറച്ചാൽ തിരിച്ച് 4ന്റെ ഓപ്പോസിറ്റ് -4 വരും കേട്ടോ. ഇത് തലയിൽ ഉണ്ടാവണേ, ഓർമ്മ വേണം കേട്ടോ. അപ്പൊ 10 4 കുറച്ചാൽ 6, 4 10 കുറച്ചാൽ -6. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നെഗറ്റീവ് നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് തുടക്കത്തിൽ പഠിക്കാനുള്ളത്. കുറേയധികം ക്വസ്റ്റ്യൻസ് ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ തരാം. ഇനി ശ്രദ്ധിച്ചോ, നമ്മൾ മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോവാം. മൾട്ടിപ്ലിക്കേഷന്റെ സമയത്ത് 4 × 5 ഇത് ചെയ്ത് പഠിപ്പിക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്പേഴ്സിന് മൾട്ടിപ്ലൈ ചെയ്യാം. ദിസ് ഇസ് ദ മെയിൻ തിങ്. 4 × 5 20. കാരണം ഇതിന്റെ ചിഹ്നം പ്ലസ് ആണ്, ഇതിന്റെ ചിഹ്നം പ്ലസ് ആണ്. പ്ലസും മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് തന്നെയാണ്. അതൊക്കെ അവിടെ കട്ടെ. ഇനി -4 × 5 ഇതെങ്ങനെ ചെയ്യാന്നറിയോ? ആദ്യം നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 5 20. ഇനി ചിഹ്നങ്ങൾ എടുത്ത് മുന്നിൽ കിടാം. ഇവിടുത്തെ ചിഹ്നം എന്താ? 4ന്റെ ചിഹ്നം എന്താ? മൈനസ്. ഇനി 5ന്റെ ചിഹ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പ്ലസ് ഇടണമെന്നില്ല. പ്ലസ് പ്രത്യേക ഇല്ലല്ലോ, അപ്പൊ ഇടണ്ട, അവിടെ കട്ടെ. അപ്പൊ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ചിഹ്നത്തിന് മുന്നിൽ എടുത്തിട്ട് ആദ്യം ഗുണിക്കുന്ന സമയത്ത് ആദ്യ സംഖ്യകളെ ഗുണിക്കുക. 4 × 5 20. ഇനി ഇവിടെ കാണത്തക്ക രീതിയിൽ ഒരൊറ്റ ചിഹ്നമുള്ളൂ മൈനസ്, അത് മുന്നിൽ എടുത്തിട്ട് ആദ്യം. അങ്ങനെയാണെങ്കിൽ 4 × -5 ആണെങ്കിലും തന്നെ വരിക. ആദ്യ സംഖ്യകളെ ഗുണിക്കുക. 4 × 5 20. പിന്നെ ഇവിടെ കാണത്തക്ക രീതിയിലുള്ള ഒരു ചിഹ്നം എന്ന് പറയുന്നത് മൈനസ് ആണ്. ഓക്കെ ആണല്ലോ? എത്ര പണിയുള്ളൂ, കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ചെയ്യാം? -4 × -5 വരുന്ന സമയത്ത് എങ്ങനെ ചെയ്യാ? പറഞ്ഞാണേ, ആലോചിച്ച് പറഞ്ഞാണേ. എന്താ ചെയ്യാ? ആദ്യം നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ആദ്യം നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 5 20. ഡൗട്ട് ഒന്നുമില്ലല്ലോ? നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തു, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഉറപ്പല്ലേ? പിന്നെ ചിഹ്നങ്ങൾ എടുത്തിട്ട് ഇവിടെ ചിഹ്നങ്ങൾ ഇതാ. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് ഞാൻ മുന്നിൽ കിട്ടും. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് ഞാൻ മുന്നിൽ കിട്ടും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം, പിന്നെ ചിഹ്നങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം. ചിഹ്നങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് പോലെ ഒപ്പിട്ടാൽ മതി. ഇപ്പൊ 2 മൈനസ് ഒപ്പം വന്നാൽ എന്താന്നുള്ളത് ഞാൻ കുറച്ച് നേരത്തെ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അവിടെ 2 മൈനസ് ഒപ്പം വന്നാൽ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പ്ലസ് ആയിട്ട് മാറും. സോ ഇവിടെ +20 ആയിട്ട് മാറും. +20 പറഞ്ഞാൽ 20 തന്നെ കേട്ടോ. ഓക്കെ ആണല്ലോ? ഡൗട്ട് ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. സോ 2 നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ മനസ്സിലാക്കുക, -4 × -5 ചെയ്യുന്ന സമയത്ത് 4 × 5 20. ഇവിടെ ഒരു മൈനസ്, അവിടെ ഒരു മൈനസ്, 2 മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. സോ കാര്യം ശ്രദ്ധിക്കുക. ഇതാണ് മൾട്ടിപ്ലിക്കേഷന്റെ കാര്യം. പിന്നെ ഡിവിഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോ -25/5 ഇതെങ്ങനെ ചെയ്യാന്നറിയോ? ആദ്യം 25/5 ചെയ്യാം. 25/5 5 തന്നെയാണ്. 25 എത്ര? 5. ഇനി ചിഹ്നം ഇവിടെയോ എവിടെയെങ്കിലും മൈനസ് ഉണ്ടോ നോക്കുക. ഒറ്റ മൈനസ് ആണ് കാണാൻ പറ്റും ഇവിടെ. എവിടെയാണെങ്കിലും, അത് ഇനി മേലെയാണെങ്കിലും താഴെയാണെങ്കിലും മൈനസ് ഉണ്ടോ, അത് മുന്നിക്ക് വരണം ഉത്തരത്തിന്റെ. ഓക്കെ ആണല്ലോ? അപ്പോ ചില ആൾക്കാരെ ചോദ്യം, ഇവിടെ താഴെയും മൈനസ് ഉണ്ടെങ്കിലോ? താഴെയും മൈനസ് ഉണ്ടെങ്കിൽ സിമ്പിൾ ആണ്. നോക്കിക്കോ, ഈ മൈനസും വെട്ടിപ്പോവും. മേലെയും താഴെയും മൈനസ് വന്നാൽ വെട്ടിപ്പോവും. അത്ര പഠിച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 300/20 എങ്ങനെ ചെയ്യാം? ഞാൻ പറയും 300/-20 എങ്ങനെ ചെയ്യാം? ആദ്യം 0 വിട്ടുക. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 ഞാൻ വെട്ടി. ബാക്കി എന്താ ഉള്ളത്? ഇവിടെ ചിഹ്നം എപ്പോഴും മുന്നിൽ കിട്ടും. ഇവിടെ ഒരു മൈനസ് അല്ലേ, അത് ഞാൻ മുന്നിൽ കിട്ടും.
പിന്നെ സംഖ്യ എന്തുള്ളത് 30 മേലെയുണ്ട്, താഴെ 2 ഉണ്ട്. അത് സെപ്പറേറ്റ് ചെയ്താൽ മതി. ചിഹ്നം മേലെയാണോ താഴെ നോക്കണ്ട, അവിടെ ചിഹ്നം ഉണ്ടോ അത് മുന്നിൽ കിട്ടണം മൈനസ് ഉണ്ടെങ്കിൽ. സോ മൈനസ് 30/2 പറഞ്ഞാൽ 15, ഇത്രേ ഉള്ളൂ. ഇനി മേലെ മൈനസ് ഉണ്ടെങ്കിലോ, മേലെ മൈനസ് ഉണ്ടെങ്കിൽ അത് രണ്ടും വെട്ടിപ്പോവും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഗുണിക്കണം അതേപോലെ തന്നെയാണ് ഹരണം. 2 മൈനസ് വന്നാൽ പരസ്പരം വെട്ടിപ്പോവും, അത് ആവശ്യമില്ല. 2 മൈനസ് വന്നത് പ്ലസ് ആയിട്ട് മാറും. ഒരു മൈനസ് മേലെ താഴെയാണെങ്കിൽ അത് ഉത്തരത്തിന്റെ മുന്നിൽ വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഓക്കെ ആണല്ലോ. സോ ഇത്രയും കാര്യങ്ങളാണ് നെഗറ്റീവ് നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രം ഈ കാര്യങ്ങളെ പറ്റി ചെയ്യാം. വെറുതെ എരുപ്പാക്കരുത്. ബിക്കോസ് ഭയങ്കര സിമ്പിൾ സാധനമാണ്, ഒരാൾ തെറ്റിക്കരുത്. ഇനി കൂട്ടണയും കുറക്കണ സമയത്ത് ഡയറക്റ്റ് മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് ഡയറക്റ്റ് മെത്തേഡ് ആവശ്യം ഉണ്ടാവും. ഞാൻ നേരത്തെ ചെയ്തതിന്റെ ട്രിക്ക് അല്ലാത്ത മെത്തേഡ് 5 3 കൂട്ടി 8, -5 -3 കൂട്ടുന്ന സമയത്ത് ഇവിടെയും മൈനസ് ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ട്. അപ്പൊ ഞാൻ ആ മൈനസിനെ കോമൺ ആക്കി എടുക്കും, മൈനസ് കോമൺ ആക്കി എടുക്കും. 5ൽ നിന്ന് മൈനസ് പോയാൽ അത് +5 ആയി. +5 പ്രത്യേകം ഇടേണ്ട ആവശ്യമില്ല. -3ൽ നിന്ന് മൈനസ് പോയി കഴിഞ്ഞാൽ അതും +3 ആയി. ആണോ അല്ലേ? അപ്പൊ അത് രണ്ടും പ്ലസ് ആയിട്ട് മാറി. ഇത് പിന്നെ മുന്നിൽ ആരില്ലാത്തതുകൊണ്ട് പ്ലസ് രണ്ടെന്നില്ല. സോ എന്തായിട്ട് വന്നു, -2 കൊടുത്തു. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ 2 കൊടുത്തു കോമൺ ആയിട്ട് മൈനസിനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ ഇവിടുന്ന് മൈനസ് പോയി കഴിഞ്ഞാൽ ഇവിടെ 5 മാത്രം ബാക്കി, ഇവിടുന്ന് മൈനസ് പോയി കഴിഞ്ഞാൽ ഇവിടെ 3 മാത്രം ബാക്കി. രണ്ടും പോസിറ്റീവ് ആണ്. സോ 5 + 3, 5 + 3 എത്രയാണ്? 8 -8. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ -5 + 3, -5 + 3 എന്താ വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് നിന്ന് തിരിച്ചിട്ട് നോക്കി. അപ്പൊ എന്ത് വരും? +3 -5. അഥവാ ഞാൻ എന്താ കാട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഒന്ന് മുന്നിൽ കിട്ടുമ്പോൾ അതിന്റെ ചിഹ്നം കൂടി ഒപ്പം കൊണ്ടുവരണം. +3 ഇങ്ങോട്ടും വരും, -5 അങ്ങോട്ടും പോകും. അപ്പൊ എന്ത് വരും? +3 -5. അഥവാ 3 -5. 3 -5 എത്ര? 3 5 കുറച്ചാൽ 5 3 കുറച്ചാൽ 2 അല്ലേ? അപ്പൊ 3 5 കുറച്ചാൽ -2. ദിസ് ഈസ് ദ മെത്തേഡ്. ഇത്രേ ഉള്ളൂ കാര്യം. ഇങ്ങനെയാണ് ചെയ്യുക ഡയറക്റ്റ് ആയിട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ വലിയ കോത്താമ്പിയ കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര സിമ്പിൾ ആണ്. സോ മൾട്ടിപ്ലിക്കേഷന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുക. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. സോ താങ്ക് യു.